മകരവിളക്ക് മഹോത്സവത്തോടനുബന്ധിച്ച് ശബരിമലയിൽ തീർത്ഥാടകർക്ക് നിയന്ത്രണം. ജനുവരി 10 മുതൽ സ്പോട്ട് ബുക്കിംഗ് ഇല്ല. മകരവിളക്ക് ദിവസം 40,000 പേർക്ക് മാത്രമേ വിർച്വൽ ക്യൂ ബുക്കിംഗ് നൽകൂ. പോലീസിന്റെ നിർദ്ദേശം കൂടി പരിഗണിച്ചാണ് ദേവസ്വം ബോർഡിന്റെ തീരുമാനം. വിവരങ്ങളുമായി കിരൺ കുമാർ ചേരുന്നുണ്ട്. കിരൺ, എന്തായാലും വലിയൊരു തിരക്ക്, അനിയന്ത്രിതമായ തിരക്ക് വരുന്നത് ഒഴിവാക്കാൻ വേണ്ടി പോലീസ് ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിൽ എന്തെല്ലാം ക്രമീകരണങ്ങൾ ഏർപ്പെടുത്താനാണ് തീരുമാനിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാകുന്നു ഈ സ്പോട്ട് ബുക്കിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ? ശബരിമലയിൽ ഭക്തജന തിരക്ക് വർദ്ധിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നിലവിൽ ഉള്ള ഭക്തജനങ്ങളുടെ പ്രവാഹം നിയന്ത്രിക്കാനായിട്ടുള്ള ഒരു തീരുമാനം ഉണ്ടായിരിക്കുന്നത്. അതായത് 10-ാം തീയതി മുതൽ സ്പോട്ട് ബുക്കിംഗ് അടക്കം ഒഴിവാക്കിയിട്ടുണ്ട്. മാത്രവുമല്ല, മകരവിളക്കിന് അടുത്തുള്ള ദിവസങ്ങളിൽ, അതായത് ജനുവരി 14, 15 ദിവസങ്ങളിൽ ഈ ദിവസങ്ങളിലുള്ള വിർച്വൽ ക്യൂ ബുക്കിംഗും പരിമിതപ്പെടുത്തിയിട്ടുണ്ട്. 14-ാം തീയതി 50,000 പേർക്ക് മാത്രമാണ് ഈ വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്ത് പ്രവേശിക്കാനായിട്ടുള്ള അനുമതിയുള്ളത്. മകരവിളക്കിന്റെ ദിവസമായിട്ടുള്ള ജനുവരി 15-ന് ഇത് 40,000-ലേക്കും ചുരുക്കിയിട്ടുണ്ട്. മാത്രവുമല്ല, 10-ാം തീയതി മുതൽ തന്നെ ഈ സ്പോട്ട് ബുക്കിംഗ് അത് പൂർണ്ണമായി തന്നെ ഒഴിവാക്കിയിട്ടുണ്ട്. ഈ മകരവിളക്ക് കണക്കിലെടുത്ത് ഈ ദിവസങ്ങളിലൊക്കെ ഭക്തർ ശബരിമലയിൽ നേരത്തെ എത്തുകയും പിന്നീട് 3-4 ദിവസം സന്നിധാനത്തും പരിസര പ്രദേശങ്ങളിലും ക്യാമ്പ് ചെയ്യുന്നതായിട്ടുള്ള സാഹചര്യങ്ങളുണ്ട്. ഇത് ഒഴിവാക്കി ഇതിനു വേണ്ടിയാണ് ഇത്തരത്തിലൊരു തീരുമാനമെടുത്തത് എന്നാണ് ഇപ്പോൾ ദേവസ്വം ബോർഡ് അറിയിച്ചിരിക്കുന്നത്. ഇന്നലെ തന്നെ ഇത് സംബന്ധിച്ചുള്ള ഒരു കത്ത് നേരത്തെ പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി ദേവസ്വം ബോർഡിന് കത്ത് നൽകിയിരുന്നു. അതായത് ഈ മകരവിളക്ക് പ്രമാണിച്ച് 14, 15 തീയതികളിലെല്ലാം തന്നെ ഈ വെർച്വൽ ക്യൂ വഴിയുള്ള ബുക്കിംഗ് അത് പരിമിതപ്പെടുത്തണം എന്നുള്ളൊരു ആവശ്യപ്പെട്ടായിരുന്നു SP കത്ത് നൽകിയത്. ഈ കത്ത് കൂടി പരിഗണിച്ചാണ് ഇപ്പോൾ ഒരു തീരുമാനം ഉണ്ടായിരിക്കുന്നത്. വലിയ തിരക്കിലാണ് ശബരീശ സന്നിധാനം. തീർത്ഥാടക തിരക്ക് വർദ്ധിക്കുന്ന ഒരു സാഹചര്യം. ഇപ്പോൾ നിലവിൽ എന്താണ് കിരൺ, അവിടെ ഈ ക്രമീകരണങ്ങളുടെ ഭാഗമായി തീർത്ഥാടക തിരക്ക് കൂടുമ്പോൾ എന്താണ് അവിടുത്തെ സാഹചര്യം? എന്താണ് ഇന്നും വലിയ ഭക്തജന തിരക്ക് തന്നെയാണ് അനുഭവപ്പെടുന്നത്. ഇന്നലെ 1 ലക്ഷം കഴിഞ്ഞ്, അതായത് 1 ലക്ഷത്തിലധികം അയ്യപ്പന്മാർ ശബരിമലയിൽ ഇന്നലെ ദർശനം നടത്തി. ഇന്ന് രാവിലത്തെ മാത്രമുള്ള കണക്കുകൾ പരിശോധിച്ചാൽ അത് 30,000 കടന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതായത് രാവിലെ 8 മണി വരെയുള്ള ഒരു കണക്ക് ദേവസ്വം ബോർഡ് നൽകിയതനുസരിച്ചാണെങ്കിൽ 30,000-ന് അധികം തീർത്ഥാടകരാണ് 18-ാം പടി ചവിട്ടി ദർശനം കണ്ടിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഇന്നും 1 ലക്ഷത്തില് കവിയാനായിട്ട്, അതായത് ഭക്തരുടെ എണ്ണം 1 ലക്ഷം കവിയും എന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണ് ദേവസ്വം ബോർഡിന് ഉള്ളത്. ഈ വരും ദിവസങ്ങളിലും ഇത്തരത്തിലൊരു വലിയൊരു എണ്ണം ഭക്തർ ശബരിമലയിൽ ദർശനം നടത്തും എന്നുകൂടി ദേവസ്വം ബോർഡ് കണക്കുകൂട്ടുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് ഏതായാലും മകരവിളക്ക് കൂടി അടുക്കുന്ന ദിവസങ്ങളിൽ നിയന്ത്രണങ്ങൾ കടുപ്പിക്കാനായിട്ടുള്ള ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. മാത്രമല്ല, ഈ ശബരിമലയിൽ എത്തുന്ന ഭക്തർ പലരും ഇവിടെ ക്യാമ്പ് ചെയ്ത്, അതായത് മകരവിളക്ക് ദർശിക്കാനും പിന്നീട് തിരുവാഭരണ ചർച്ചയുള്ള ഭഗവാനെ ദർശിക്കുന്നതിനും വേണ്ടിയുള്ള കാര്യങ്ങൾക്കായിട്ട് ശബരിമലയിൽ തന്നെ തുടരാനുള്ള ഒരു സാധ്യത കൂടി കണക്കിലെടുത്താണ് ഇപ്പോൾ ഈ സ്പോട്ട് ബുക്കിംഗും കൂടാതെ വെർച്വൽ ക്യൂ ബുക്കിംഗും പരിമിതപ്പെടുത്താനായിട്ടുള്ള ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. ഏതായാലും പോലീസ് ഇത്തരത്തിൽ ഈ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതോടൊപ്പം തന്നെ 16-ാം തീയതിക്ക് മുതൽ ഇളവുണ്ടാകും എന്നുള്ളൊരു കാര്യം കൂടി അറിയിക്കുന്നുണ്ട്. അതായത് മകരവിളക്കിന് അടുത്ത ദിവസം മുതൽ ഇപ്പോൾ ദേവസ്വം ബോർഡ് അറിയിച്ചിരിക്കുന്നത്. കിരണാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.